ഹലോ ഗേൾസ്, നമ്മളൊരു കാർ പാർക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം പിന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചേട്ടനുണ്ട്. ആ ചേട്ടനെ നമ്മളൊരു പാട്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയ കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആളുടെ ഒരു വീഡിയോ എടുക്കണം. ആൾ പാട്ട് പാടുന്നത് അന്നുണ്ടാവും അറിയത്തില്ല. ആൾ പോകുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ചോദിച്ചേക്കാം. ആ ചേട്ടാ, ഞാനൊരു യൂട്യൂബറാണ്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ടോ? ഒത്ത ചേട്ടന്മാർക്കൊന്നും ഒരു വിലയുമില്ല. ആള് നമ്മളെ കളിയൊക്കെ ഇട്ടിടാം. ഇത് കുറച്ച് പെട്രോൾ അടിച്ചേക്കാം നമുക്ക്. പെട്രോൾ പമ്പിൻ്റെ അവിടെയൊക്കെ കുറേ ആൾക്കാർ അവിടെ നിന്ന് സംസാരിക്കണ്ടല്ലോ. എന്താണത്? പെട്രോളോ ചന്തയാ? എൻ്റെ പൊന്നെ, സർവീസിൻ്റെ ഉള്ളിൽ കയറി ഓരോരുത്തരും നിൽക്കുക. പോലീസുകാർ വരാം. എന്ത് മനുഷ്യന്മാരെ സർവീസ് ചെയ്യണ കടയാണ്? മനുഷ്യന്മാരെ സർവീസ് ചെയ്യണ കടയാണോ അതൊക്കെ ആ സർവീസ് ചെയ്യണ കടയാണോ? പോലീസ് എന്നെ ഇടിച്ചു കൊണ്ടു. അവർ പോകുന്നുണ്ട്. നമുക്കെന്തായാലും എന്താ പറയുക, ഈ പെട്രോൾ അടിച്ചിട്ട് കാണാം. പെട്രോൾ അടിച്ച് നമ്മൾ തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ അടിച്ചപ്പോഴാണ് കാര്യം. എന്താ പറയുക, എന്താ പറയുക, ആകെ കുറച്ച് പൈസ ഉണ്ടാകുന്നല്ലോ, അതുകൊണ്ട് ഹാഫ് മാത്രം അടിച്ചുള്ളൂ പൈസ. നമ്മൾ അത്ര വലിയ പണക്കാരനല്ലേ. വണ്ടി ഫുള്ള് സ്റ്റിക്കർ വർക്കാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം കേസ്. അവിടെയുള്ള പൈസക്കാണ് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം പൈസ ഇങ്ങനെ ജസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പുറത്തുള്ള ഇറക്കത്തിലൂടെ പോയിട്ട് നേരെ അപ്പുറത്തേക്ക് ചാടിയും എന്നുണ്ടാവും നോക്കാം. അപ്പോൾ വണ്ടി ഇടിക്കാതെ നമുക്ക് എന്താ പറയുക സേഫായിട്ട് എത്താൻ പറ്റും നോക്കാം. ഇതാണ് ഇവിടുന്ന് നേരെ പോകണം നമുക്ക്. ഓക്കെ, ചവിട്ടിട്ടോ കരയെ മാറുന്നോ? അയ്യോ അയ്യോ, ചെറുതായിട്ട് പണി പാളിയാവുന്നൊരു സംശയം. വണ്ടി ഇടിച്ച് തരിപ്പടമായി. അയ്യോ അയ്യോ, എന്നെ സർവീസ് ചെയ്യണേ. അയ്യോ, എനിക്ക് ഒരാളെ ബൈ ചെയ്യുന്നില്ല. ഇനി അടുത്ത് വല്ല സർവീസ് അവിടെ ഉണ്ട്. നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു കടയില്ല, പക്ഷെ അവിടെ ഭയങ്കര വിലയാണ്. നമുക്ക് അറിയാവുന്നൊരു കടയില്ല, അവിടെ പോയിട്ട് എന്താ പറയുക സർവീസ് ചെയ്യാം. അവിടെ ആകുമ്പോൾ ഒരു ചുരുക്കി പറയാനൊരു 100 രൂപ മാക്സിമം വരുന്നു. അവിടേക്കാണ് 500 രൂപ വാങ്ങിക്കും. അയ്യോ, വില വഴി അതേറ്റ് പോയി. ഓക്കെ, ഇതന്നെ സ്ഥലം. ഇവിടെ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ പോലീസിൻ്റെ സാധനം. ആ ഒരു സൗണ്ട് കൂടി കളഞ്ഞതിനെ കണ്ട, ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഞാൻ ചെറിയ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ്. പോലീസ് ലൈറ്റ് അതിന് കുറച്ച് അത്യാവശ്യം നല്ല വില വന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പൈസ ആയിട്ടുള്ള മോഡിഫൈ എന്ന് പറയുന്നത്. പൈസ കൂടിയിട്ടുള്ളത് ആകുമ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ പൈസ. നേരത്താണ് ചേട്ടനല്ലേ ആളിവിടെ ഇവിടെ എന്നിട്ട് സർവീസ് ചെയ്യാം. ആരാ മലയാളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് അദ്ദേഹം തിരിച്ചിട്ട് മലേ എനിക്കവിടെ മരിടണേ. അറബ് സൂര്യ അതൊക്കെ ആരടാ മലയാളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വണ്ടി സർവീസ് ചെയ്ത് മൊത്തം പൈസ കഴിഞ്ഞു. എന്താ ചെയ്യാനാ. ഇപ്പം ടൈം എത്ര ഡേ? 8:55. സമയം തെറ്റണം. എന്ന് പറയുമ്പോൾ 8:56. രാത്രി അല്ലേ വരുന്നുണ്ട്. എന്ത് രാവിലെ കിട്ടുമോ? ഇത് ന്യൂ അപ്ഡേഷനാണോ? സ്കൂട്ടർ വഴി ഞാൻ അതിനിട്ടും ഗെയിമുകളിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനത്തെ പരിപാടിയാണ്. പടച്ചു വിടാൻ
എൻ്റെ പൊന്നെ പിടിച്ചില്ല ഭാഗത്തിന് എവിടെയും അതുകൊണ്ട് സേഫായി. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതെങ്കിൽ പിടിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി തട്ടിച്ചതെങ്കിൽ പിടിച്ചില്ല. ഭയങ്കര ദേഷ്യം വന്നു. പക്ഷെ അത് കാരണക്കാരനാണ് തന്നെ കേട്ടോ. കാരണം എനിക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് ആ സ്പീഡിൽ പടച്ചോണ്ട് പോയി. ഓക്കെ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ഒക്കെ തന്നെയായിരുന്നു. വലിയ ഇതായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോ കിട്ടുന്നുള്ളൂ. ഓക്കെ എല്ലാവർക്കും ബൈ.